ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ 2ാമത്തെ പാഠം കുട്ടിപ്പുരയുടെ യൂണിറ്റ് ടെസ്റ്റ്. അപ്പൊ എല്ലാ കൂട്ടുകാരും കുട്ടിപ്പുരയുടെ ക്ലാസ്സുകൾ കണ്ടു കാണുമല്ലോ അല്ലെ. നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 2 ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യത്തിനും ഉത്തരവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ചോദ്യത്തിനും ഉത്തരം നമ്മുടെ ക്ലാസ്സിലുണ്ട്. അതുപോലെ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, പാഠം റീഡും ചെയ്യുന്നുണ്ട്, വായിക്കുന്നുമുണ്ട്. അപ്പൊ കുട്ടിപ്പുരയുടെ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. കുട്ടിപ്പുരയുടെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ആണ്, കുട്ടിപ്പുരയുടെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. 60 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 2 മണിക്കൂറാണ് ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തനം 1 എന്താ? വീടുകൾ പലതരം. നിങ്ങൾ കണ്ട വീടുകളെല്ലാം ഒരുപോലെയാണോ? നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മുടെ കുട്ടിപ്പുരയിൽ പഠിക്കുന്നത്? വീടുകളെ കുറിച്ചാണ് അല്ലെ. പ്രധാനമായിട്ടും വീടുകളെ കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നത്. പലതരത്തിലുള്ള വീടുകളെ കുറിച്ചൊക്കെ നമ്മൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ പാഠത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലതരത്തിൽ വീടുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പദസൂര്യനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു പദസൂര്യനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. വീടുകൾ ഏതൊക്കെ തരത്തിലുള്ള വീടുകളാണ് ഉള്ളതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ടെന്റ്. ഇനി ഇതുപോലുള്ള വേറെ ഏതെങ്കിലും 5 തരത്തിലുള്ള വീടുകളാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അതാണ് നമ്മുടെ 1ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. 2ാമത്തെ പ്രവർത്തനം, എന്റെ വീട്. ഒരു വീട് വരച്ച് നിറം കൊടുക്കുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമായിരിക്കും അല്ലേ. കാരണം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വരച്ചിട്ട് നിറം കൊടുക്കുക. എന്താ വരയ്ക്കേണ്ടത്? ഒരു വീട്. പല തരത്തിലുള്ള വീടുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീടോ ഒക്കെ വരയ്ക്കാം. വരച്ചിട്ട് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. ഒരു 5 മാർക്കിന്റെ ചോദ്യമാണിത്. അതേപോലെ പ്രവർത്തനം 3 എന്താണ്? അഭിനയ കളികൾ എഴുതാം. എന്താ അഭിനയ കളി? നമ്മൾ പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ആക്ട് ചെയ്തിട്ട് കളിക്കുന്ന കളികൾ. അത് ലൈക്ക് എങ്ങനെയാണ്? എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ടീച്ചറും കുട്ടികളും അല്ലെ. ടീച്ചറും കുട്ടികളും എന്നുള്ള കളിയൊക്കെ നിങ്ങൾ കളിക്കുന്നതായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഒരു കുട്ടി ടീച്ചർ ആവണോ, ബാക്കിയുള്ള കുട്ടികൾ സ്റ്റുഡൻസ് ആവണോ, എന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ടീച്ചറും കുട്ടികളും കളി, അല്ലെങ്കിൽ ചോറും കറിയും വെച്ചു കളി, ഇതെല്ലാം എന്താണ്? അഭിനയ കളികളാണ്. അപ്പൊ ഇതുപോലെ കൂടുതൽ അഭിനയ കളികളെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ പാഠത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയ കളികൾ എന്താണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. നമ്മൾ അതിൽ പല അഭിനയ കളികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 3 അഭിനയ കളികൾ കൂടെ എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 അഭിനയ കളികളാണ്. നമ്മൾ 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. ചോറും കറിയും വെച്ചുകളി, ടീച്ചറും കുട്ടികളും കളി. അപ്പൊ ഇതുപോലുള്ള 3 അഭിനയ കളികളുടെ പേരാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അതാണ് അവിടെ 3ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത 4ാമത്തെ പ്രവർത്തനം 4, പദസൂര്യൻ പൂർത്തിയാക്കാം. അപ്പൊ വീണ്ടും ഒരു പദസൂര്യനാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ പ്രവർത്തനം ഒരു പദസൂര്യനായിരുന്നു. എന്തിനെ കുറിച്ചുള്ള പദസൂര്യനാണ് അത്? വീടുകൾ. പലതരത്തിലുള്ള വീടുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ പലതരത്തിലുള്ള വീടുകളുടെ പേരാണ് നമ്മൾ അവിടെ എഴുതേണ്ടിയിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ 4ാമത്തെ പ്രവർത്തനത്തിൽ എന്താണ്? വീട്ടിലെ മുറികൾ. അതായത് വീടാകുമ്പോൾ പലതരത്തിലുള്ള മുറികൾ ഉണ്ടാവും. മുറികളുടെ പേരെന്താന്നൊക്കെ നമ്മുടെ പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയിലെ മുറികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ മുറികളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അടുക്കള. അപ്പൊ ഇതുപോലെ വീട്ടിലുണ്ടാവുന്ന മറ്റു മുറികളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതാണ് നമ്മുടെ 4ാമത്തെ പ്രവർത്തനം. സൂര്യൻ കംപ്ലീറ്റ് ചെയ്യുക, പൂർത്തിയാക്കുന്നതാണ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 5ാമത്തെ പ്രവർത്തനം 5, സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എങ്ങനെയാണ് സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുര എന്നൊക്കെ നമ്മൾ പാഠം വായിച്ച് കൂട്ടുകാർക്ക് നന്നായി അറിയാൻ പറ്റും. എങ്ങനെയാണ് കാണാൻ, എന്താണ് സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്, അതുപോലെ ചുറ്റും മതിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെയാണ് ആ മതിലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, കാണാൻ എന്തൊക്കെയുണ്ട്, വീടിനകത്ത് ആരൊക്കെയാണുള്ളത്, അവരുടെ വേഷം എന്തൊക്കെയാന്നൊക്കെ നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കുറിപ്പായിട്ട് ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുര. ഓക്കെ, അപ്പൊ കുട്ടിപ്പുരയെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുന്നതാണ് നമ്മുടെ 5ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത നമ്മുടെ 6ാമത്തെ പ്രവർത്തനം 6, ക്ഷണക്കത്ത് തയ്യാറാക്കാം. ക്ഷണക്കത്താണ് ഒരു ഇൻവിറ്റേഷൻ, ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ലെറ്റർ ആണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. എന്തിനാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മുടെ സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുര കാണാൻ വേണ്ടിയിട്ട്. ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? സാവിത്രി കുട്ടിയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എഴുതുന്നു വെച്ചിട്ട് എന്താണ് നമ്മുടെ പേര് എഴുതി വെക്കരുത്. എന്തെഴുതണം? സാവിത്രി കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻവൈറ്റ് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? അവളുടെ കൂട്ടുകാരെയാണ് ക്ഷണിക്കുന്നത്.
അപ്പൊ സാവിത്രിക്കുട്ടി എഴുതുന്ന പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എന്തിനാണ് അവള് കൂട്ടുകാരി ക്ഷണിക്കുന്നത്? എന്തിനാ? അവളുടെ കുട്ടിപ്പുരയുടെ പാലുകാച്ചലിന് ആണ് കൂട്ടുകാരെ ക്ഷണിക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടിപ്പുര അവളുടെ വീടാണ് അല്ലെ, അവള് വീടായിട്ടാണ് അത് കാണുന്നത്. അപ്പൊ അതിന് അവൾ ആദ്യമായിട്ട് പാലുകാച്ചിലൊക്കെ നടത്തുകയാണ്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യണം, വിളിക്കുകയാണ്, കൂട്ടുകാരെയൊക്കെ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ക്ഷണക്കത്താണ് അവിടെ തയ്യാറാക്കേണ്ടത്. അപ്പൊ ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ എന്ത് വേണം? ഏത് ദിവസമാണ്, എന്തിനാണ് ക്ഷണിക്കുന്നത്, ഏത് ദിവസമാണ്, സമയം, അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ഷണക്കത്ത് എഴുതേണ്ടത്. അപ്പൊ അതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 7, വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതുക. ഇപ്പൊ വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന എല്ലാം വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. വീടിന് ഏതൊക്കെ മുറികളാ, അല്ലെങ്കിൽ വീട് കെട്ടാൻ എന്തൊക്കെ വേണം, ചുമര് കെട്ടാൻ എന്തൊക്കെയാ വേണ്ടത്, മേൽക്കൂരയ്ക്ക് എന്തൊക്കെ വേണം, അതെല്ലാം തന്നെ വീടുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ്. പദങ്ങൾ എന്ന് വെച്ചാൽ വേർഡ്സ് ആണ്. നമ്മൾ കുറേ പദങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, നമ്മുടെ 2ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 10 വേർഡ്സ് ആണ്, 10 പദങ്ങളാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അതിനാണ് ഇവിടെ വര കൊടുത്തിരിക്കുന്നത്. ഈ വരയിലാണ് എഴുതേണ്ടത്. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് എഴുതേണ്ടത്? വീടുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് എഴുതേണ്ടത്. അതാണ് നമ്മുടെ 7ാമത്തെ പ്രവർത്തനമാണ്. 10 മാർക്കിന്റെ ചോദ്യമാണ്. 8ാമത്തെ പ്രവർത്തനം വിവരണം തയ്യാറാക്കാം. ചിത്രത്തിൽ ഏതെല്ലാം മുറികളുണ്ട്? മുറികളുടെ പേര് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ മുറികളാ? കിടപ്പുമുറി, അടുക്കള, കുളിമുറി. അപ്പൊ ഈ മുറികളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിവരിച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഒരു 3-4 സെന്റൻസ് ആയിട്ട് എഴുതുക, വാക്യങ്ങളായിട്ട് എഴുതുക. ഇവിടെ എന്താണ്? നമ്മുടെ കിടപ്പുമുറി ഉണ്ട്, അതുപോലെ അടുക്കളയുണ്ട്, കുളിമുറിയുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന മുറി ഏതാന്നും എഴുതുക. അതോടൊപ്പം തന്നെ അതിനെ കുറിച്ചിട്ടും ഒരു 2-3 സെന്റൻസുകൾ എഴുതി ചേർക്കുക. അതാണ് നമ്മുടെ 8ാമത്തെ പ്രവർത്തനം. 10 മാർക്കിന്റെ ചോദ്യമാണ്. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രവർത്തനവും നമ്മുടെ ഇതുപോലെ വിവരണം തയ്യാറാക്കുന്നതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, ഓരോ മുറികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. 9ാമത്തെ പ്രവർത്തനം, നെക്സ്റ്റ് പ്രവർത്തനം വിശേഷണം ചേർക്കാം. എന്താ വിശേഷണം ചേർക്കാന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, മഴ ഒന്ന് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. മഴയെ നമുക്ക് എന്താണ് വിശേഷണം ചേർത്തിട്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? പെരുമഴ. ഒന്നുകൂടെ വർണ്ണിച്ച് എഴുതിയിരിക്കുന്നത് അല്ലെ, പെരുമഴ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ കെട്ടിടം, മതിൽ, വസ്ത്രം, സാരി, മാല, ഈ വാക്കുകൾ എന്ത് ചെയ്യുക? വിശേഷണം ചേർത്ത് എഴുതുക. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താ? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ട് കാണും. അപ്പൊ അതുപോലെ നമ്മൾ എന്താണ് ഈ ഓരോ വാക്കുകൾക്കും അതിനോടൊപ്പം ചേരുന്ന വിശേഷണങ്ങൾ ചേർത്തിട്ട് എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ മഴയ്ക്ക് നമ്മൾ പെരുമഴ എന്ന് എഴുതിയ പോലെ ഈ കെട്ടിടം അതുപോലെ മതിൽ, വസ്ത്രം, ഇതിനൊക്കെ എന്ത് ചെയ്യുക? വിശേഷണങ്ങൾ ചേർത്ത് എഴുതുക. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലാസ്റ്റത്തെ പ്രവർത്തനം, പ്രവർത്തനം 10 പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് ടെസ്റ്റിൽ ഉള്ളത്. 10ാമത്തെ പ്രവർത്തനം എന്താണ്? സംഭാഷണം എഴുതാം. എന്താണ് സംഭാഷണം എന്ന് വെച്ചാൽ കോൺവെർസേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. സംഭാഷണം ആരൊക്കെ തമ്മിലുള്ള ഇവിടെ സംഭാഷണമാണ് എഴുതാൻ പറയുന്നത്? നമ്മുടെ കുട്ടിപ്പുര കെട്ടാൻ വേണ്ടിയിട്ട് ആരെ കെട്ടിക്കൊടുത്തത്? സാവിത്രിക്കുട്ടിക്ക് കുട്ടിപ്പുര കെട്ടിക്കൊടുത്തത് ആരാ? വേലുച്ചേട്ടനാണ് അല്ലെ. അപ്പൊ അത് വെറുതെ കെട്ടിക്കൊടുത്തതല്ല, നമ്മൾ വേലുച്ചേട്ടന് എന്ത് ചെയ്യണം? പണമൊക്കെ കൊടുക്കണം. അപ്പൊ ആ കാര്യമൊക്കെ ആരാണ് തീരുമാനിച്ചത്? അച്ഛനല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ അച്ഛനോട് സാവിത്രിക്കുട്ടി അതേക്കുറിച്ച് സംസാരിക്കണം. കുട്ടിപ്പുര കെട്ടാൻ സ്ഥലം വേണം, വേലുച്ചേട്ടന് കൊടുക്കാൻ പണവും വേണം. അക്കാര്യം അച്ഛനോട് പറയാൻ സാവിത്രിക്കുട്ടി തീരുമാനിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കൂ. അപ്പൊ എന്താണ്? ആരുടെ ആഗ്രഹമായിരുന്നു ഈ കുട്ടിപ്പുര? നമ്മുടെ സാവിത്രിക്കുട്ടിയുടെയാണ് അല്ലെ. അപ്പൊ സാവിത്രിക്കുട്ടി പറയാണ് അത് കുട്ടിപ്പുര കെട്ടാൻ കുറച്ച് സ്ഥലം വേണം, അതേപോലെ തന്നെ അത് വേലുച്ചേട്ടന് ഏർപ്പാടാക്കണം, വേലുച്ചേട്ടന് കാശ് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുന്ന ആ ഒരു സന്ദർഭമാണ് ഇവിടെ സംഭാഷണ രൂപത്തിൽ നമ്മൾ എഴുതുന്നത്. അവിടെ എന്താണ്? ആദ്യം തുടങ്ങുന്നത് സാവിത്രിക്കുട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ സാവിത്രിക്കുട്ടി പറയണ അച്ഛാ എന്ന് അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛൻ എന്താ വിളി കേട്ടു, സാവിത്രിക്കുട്ടിയുടെ വിളി കേട്ടു. അപ്പൊ സാവിത്രിക്കുട്ടി വീണ്ടും അച്ഛാ എന്ന് വിളിക്കണം. അപ്പൊ എന്തിങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് സാവിത്രിക്കുട്ടി. അപ്പൊ അച്ഛൻ കാര്യം തിരക്കിയിട്ടുണ്ടാവും അല്ലേ, എന്താ കാര്യം എന്നൊക്കെ തിരക്കിയിട്ടുണ്ട്. അപ്പൊ സാവിത്രിക്കുട്ടി കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അച്ഛൻ എന്താ മറുപടി കൊടുത്തത്? സാവിത്രിക്കുട്ടി വീണ്ടും എന്തോ മറുപടി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവസാനം അച്ഛനിലാണ് ഈ കോൺവെർസേഷൻ, ഈ സംഭാഷണം അവസാനിക്കുന്നത്. അപ്പൊ അച്ഛൻ സമ്മതിച്ചു കാണും കുട്ടിപ്പുര കെട്ടാൻ? തീർച്ചയായിട്ടും അച്ഛൻ സമ്മതിച്ചു അല്ലെ. അച്ഛൻ സമ്മതിച്ചു കൊണ്ടാണല്ലോ നമ്മുടെ പാഠത്തിൽ നമ്മൾ കുട്ടിപ്പുരയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ സാവിത്രിക്കുട്ടിയുടെ അച്ഛൻ കുട്ടിപ്പുര കെട്ടാൻ സമ്മതിച്ചു. അപ്പോൾ വേലുച്ചേട്ടൻ പണം കൊടുക്കാനും സമ്മതിച്ചു അല്ലെ. അപ്പൊ സാവിത്രിക്കുട്ടിയും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതി ചേർക്കേണ്ടത്. ഇവിടെ നമ്മൾ 3 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ 10ാമത്തെ നമ്മുടെ ലാസ്റ്റ് പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് ടെസ്റ്റില്
10 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അപ്പൊ എല്ലാ പ്രവർത്തനവും ചെയ്ത് നോക്കുക. നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു നോക്കുക. അതിൽ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഇതിലെ പല പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ അത് കണ്ടു നോക്കുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്